എല്ലാവർക്കും ക്യൂൻ മേരി ടോക്സിലേക്ക് സ്വാഗതം. യോഹന്നാൻ 4:34. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. യേശുവും സമരിയാക്കാരിയും എന്ന ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് ഈശോ എന്നോട് സംസാരിക്കുന്നത്. അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശു സമരിയായിലൂടെ നടന്നു പോവുകയായിരുന്നു. ക്ഷീണിച്ച് അവശനായ യേശു യാക്കോബിൻ്റെ കിണർ അവിടെയുണ്ട്. അവിടെ ക്ഷീണിച്ച് അവശനായ യേശു കിണറിൻ്റെ കരയിലിരുന്നു. യേശു കിണറിൻ്റെ കരയിലിരിക്കുമ്പോൾ ഒരു സമരിയക്കാരി വെള്ളം കോരാൻ വന്നു. അപ്പോൾ സമയം ഏകദേശം 6 മണിക്കൂറായിരുന്നു. സമരിയക്കാരി വെള്ളം കോരുമ്പോൾ ഈശോ അവളോട് പറഞ്ഞു, എനിക്കും വെള്ളം കുടിക്കാൻ തരിക. അപ്പോൾ അവൾ പറഞ്ഞു, യഹൂദനായിരിക്കുന്ന നീ സമരിയക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കുന്നു. യഹൂദരും സമരിയക്കാരും തമ്മിൽ ഒരു സംസർഗവുമില്ലല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് ജലം തരിക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ജലം ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കിണർ ആഴമുള്ളത്, നിന്റെ കയ്യിൽ പാത്രവുമില്ല, പിന്നെ എങ്ങനെയാണ് നീ വെള്ളം കോരുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ തരുന്ന ജലം കുടിക്കുന്നവനെ ഒരിക്കലും ദാഹിക്കയില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, പ്രഭു, എനിക്കും ആ വെള്ളം കുടിക്കാൻ തരിക. എനിക്ക് ദാഹിക്കുകയുമില്ല, വെള്ളം കോരാൻ വരികയും വേണ്ടല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ ജീവജലമാണ് നിങ്ങൾക്ക് തരുന്നത്. അത് കുടിക്കുന്നതിന് ഒരിക്കലും ദാഹിക്കുകയുമില്ല, വിശക്കുകയുമില്ല. ഈശോ ആ സ്ത്രീയോട് പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊടുക്കുക. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, പ്രഭു, അങ്ങ് ഒരു പ്രവാചകനാണോ? ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞു, ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ആ സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഓടി പട്ടണത്തിലേക്ക് പോയി. പട്ടണത്തിലെ ജനങ്ങളോട് അവൾ പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുക. അപ്പോൾ ജനങ്ങളെല്ലാം ഓടി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശു അവരോട് വചനം പറയുകയും അവർ അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ യേശുവിനെ 2 ദിവസം ഞങ്ങളോട് താമസിക്കേ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. ഈശോ അവരുടെ കൂടെ 2 ദിവസം താമസിച്ചു. അതിനുശേഷം വേറെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം ആ പട്ടണത്തിലെ അനേകം മനുഷ്യർ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ അനുയായികളായി മാറുകയും ചെയ്തു. ദൈവം ആത്മാവാണ്. ആത്മാവിലും സത്യത്തിലുമാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനും ലോകരക്ഷകനായ ഈശോയെ സമരിയ സ്ത്രീ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാനും നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം അവിടുത്തെ ജനങ്ങളെല്ലാം ലോകരക്ഷകനായി യേശുവിനെ സ്വീകരിച്ചു. അതുപോലെ നമുക്കും അമ്മയോട് ചേർന്ന് യേശുവിനെ ലോകരക്ഷകനായി ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ അമ്മയെ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ അമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവേ നന്ദി, പിതാവേ നന്ദി. ഹാലേലൂയ, 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 ഹാലേലൂയ. അറിയാ 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 അറിയാ